പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആഴ്ചയുടെ സമാപന ദിവസത്തിൽ നമ്മൾ എത്തി. ആരംഭം അല്പമായിരുന്നു, എന്നാൽ ഈ ആഴ്ചയുടെ അന്ത്യം അതിമഹത്തായിരിക്കും. നമുക്ക് വിശ്വാസം പറയാം. ഓരോ ആഴ്ചകളും കഴിയുന്തോറും നമ്മൾ കഴുകനെ പോലെ ചിറകടിച്ച് കുതിച്ചുയരും. ഈ വർഷം നമ്മൾ പേരിട്ടതുപോലെ ഇതൊരു കുതിപ്പിൻ്റെ, അഭിവൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, ഉയർച്ചയുടെ, നന്മയുടെ, ദൈവാനുഗ്രഹത്തിൻ്റെ, വാഗ്ദത്ത നിവൃത്തിയുടെ വർഷമെന്ന് ഇടതടവില്ലാതെ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അസ്ഥി താഴ്വരയിൽ നിൽക്കുന്ന യഗസ്കേലിനോട് ദൈവം പറഞ്ഞു, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് പറ. എന്താണ്? അസ്ഥികൾക്ക് എന്തെല്ലാം ഇല്ലയോ അതെല്ലാം വിളിച്ചു പറ. അവൻ അസ്ഥികളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചലനമുണ്ടായി, ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോട് ചേർന്നു. ഇവന് കഴിയാത്ത കാര്യങ്ങളെല്ലാം ഇവൻ പറഞ്ഞ വാക്കുകളിലൂടെ സംഭവിച്ചു. പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനൊരു ദൈവം റെഡിയാണ്. ദൈവം പറയുകയാണ്, നീ പറയണം. ഇതാണ് നമ്മുടെ ദൗത്യം. ഞാനും നിങ്ങളും പറഞ്ഞാൽ അതിനെ ചലിപ്പിക്കാൻ ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. യഗസ്കേൽ പറയാതെ ആ ചലനം ഉണ്ടാവുകയില്ല. നാം പറയാതെ ദൈവത്തിന് അത് ചലിപ്പിക്കാൻ കഴിയില്ല. ഒരു വലിയ സൈന്യം പിന്നത്തേതിൽ അസ്ഥി താഴ്വരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് പിന്നത്തേതിൽ കാണുന്നത്. ദൈവം പിന്നത്തേതിൽ യഗസ്കേലിനോട് പറയാണ്, ഇതുപോലെ ഞാൻ ശവക്കുഴി തുറന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ പ്രവാസകാലം ഞാൻ മാറ്റും. നിങ്ങളിപ്പോൾ ബന്ധനത്തിലും കഷ്ടത്തിലും അടിമത്തത്തിലുമാണ്. അടിമത്ത കാലം ഞാൻ മാറ്റും. നിങ്ങൾ എത്ര ചിതറിപ്പോയാലും ഞാൻ അവിടെ നിന്ന്, അതാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇതാണ് കർത്താവ്. മരിച്ചു പോയാൽ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവന് കഴിയും. കാരണം മരിച്ച ഒരാൾ വർഷങ്ങൾക്ക് ശേഷം മുഴുവനും മണ്ണായി മാറും. കുറേയൊക്കെ അസ്ഥിയും കാണും. അസ്ഥി കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണാകും. ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതിൻ്റെ അർത്ഥം നീ ഇനിയും മണ്ണായാലും വീണ്ടും നിന്നെ മനുഷ്യനാക്കാനും എനിക്ക് കഴിയുമെന്നാണ് മണ്ണിൽ നിന്ന് എടുത്തതിൽ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അഥവാ നീ ഇപ്പോൾ ദൈവ പൈതലാണ്, ആദാമേ നീ ഇപ്പോൾ ഏദൻ തോട്ടത്തിലാണ്, അഥവാ നീ മണ്ണായി പോയാലും ഇനിയും എനിക്ക് നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ആ മണ്ണുകൊണ്ട് ഒരു കുരുടൻ്റെ കണ്ണിൽ തേച്ചു പിടിപ്പിച്ചു. ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കഴുകി കാഴ്ച പ്രാപിച്ച് മടങ്ങി വന്നു. അതാണ് കർത്താവിന് ഇപ്പോഴും മണ്ണുകൊണ്ട് ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുഴുവനും നിലം പരിചയായി മണ്ണുപോലെ ആയാലും മറ്റുള്ളവർ ചവിട്ടി നടക്കുന്ന വിലയില്ലാത്ത മണ്ണിൻ്റെ വില പോലും, ആ മണ്ണിൻ്റെ വില ചവിട്ടി നടക്കുന്ന അത്രയും ഗതികേടിൽ പോയാലും അതിനെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിലേക്ക് നമുക്ക് വിശ്വസിക്കാം, ആശ്രയിക്കാം, ബലപ്പെടാം. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം.
ആശ്വസിക്കൂ. യേശു പറഞ്ഞു, മുട്ടുന്നവനും തുറക്കും, യാചിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. അപ്പോൾ ഒരു അന്വേഷണമുണ്ടെങ്കിൽ അത് എന്തന്വേഷിച്ചാലും അത് കണ്ടെത്തുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതായത് ദൈവം അന്വേഷിക്കുന്നവനെ മാറ്റി നിർത്തുകയില്ല. മുട്ടുന്നവന്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, മുട്ടുവാനുള്ള ക്വാളിഫിക്കേഷൻ ഒറ്റ കാര്യം, മുട്ടിയാൽ മതി. അതിന് പ്രത്യേകിച്ച് ഇന്ന യോഗ്യത വേണം മുട്ടുവാനെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു MA പാസ്സാകണം, MBA-കാരനായിരിക്കണം മുട്ടേണ്ടത്, ഒരു എഞ്ചിനീയർ ആയിരിക്കണം മുട്ടേണ്ടതെന്ന് എഴുതിയിട്ടില്ല. മുട്ടുന്ന അവനും തുറക്കും. അവിടെ പദവികൾക്ക് ഒരു സ്ഥാനവുമില്ല. ആര് ദൈവത്തോട് അടുത്ത് ചെല്ലുമോ ദൈവം അവരോട് അടുക്കും. അതുപോലെ തന്നെ അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. അങ്ങനെ ബൈബിളിൽ അന്വേഷിച്ച ഒരാളുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്ക് കാണാം. അതിൻ്റെ 6-ാം അധ്യായത്തിൽ മിദ്യാന്യരെന്ന ഒരു രാജ്യക്കാര് ഇസ്രായേൽ മക്കളെ ഭരിക്കുന്ന കാലം. അടിമത്തത്തിൽ ഇസ്രായേൽ മക്കൾ കഴിയുന്നു. മിദ്യാന്യർ ഇസ്രായേൽ മക്കൾ വിതച്ചിരിക്കുമ്പോൾ അവരവരുടെ സൈന്യമായിട്ട് വന്ന് ഈ കൃഷിയെല്ലാം നശിപ്പിക്കും. സമ്പത്ത്, ആടുമാടുകളെല്ലാം പിടിച്ചുകൊണ്ടുപോകും. ഇവരെല്ലാം പേടിച്ച് ഗുഹയിലും മലയിലൊക്കെ ഒളിക്കും. കിട്ടുന്നവരെയൊക്കെ അവരെ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ വളരെ കഷ്ടത്തിൽ കിടക്കുന്ന കാലത്ത് ഗിദെയോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അവൻ്റെ ഉള്ളിൽ വലിയ വേദനകളുണ്ട്. അവൻ ജീവിക്കുന്ന കാലത്ത് അവൻ കേട്ടിട്ടുണ്ട് മോശയുടെ കാലത്തുണ്ടായ അത്ഭുതം, യോശുവയുടെ കാലത്തുണ്ടായ അത്ഭുതം, അബ്രഹാമിനോട് കൂടെ ദൈവം നടന്നത്, ഇസഹാക്ക് വിതച്ചപ്പോൾ 100 മേനി വിളവ് കിട്ടിയത്, യാക്കോബിനെ ദൈവം അമ്മായിയപ്പൻ കളിപ്പിച്ചിട്ടും ദൈവം അവനെ വലിയ സമ്പന്നനാക്കി വർദ്ധിപ്പിച്ചതും, ജോസഫിനെ മിസ്രൈമിലെ മഹാനാക്കിയതും, ഇതെല്ലാം
ഗിദെയോന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. അത്ഭുതങ്ങൾ എന്നുള്ളത് അവൻ വായിച്ച പുസ്തകം, വേദപുസ്തകത്തിൽ കിടക്കുന്ന ഒന്നാണ്. ഇത് ഹൃദയത്തിൽ കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ട്, തൻ്റെ ദേശം വിടുവിക്കപ്പെടണം, തൻ്റെ കുടുംബം രക്ഷപ്പെടണം, കുടുംബം രക്ഷപ്പെടണം എന്ന ചിന്തയുള്ള വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഗിദെയോന്റെ ചരിത്രം നല്ലതാണ്. കോതമ്പ് മുന്തിരി ചക്കിനരികെ വെച്ച് മെതിക്കുകയാണ്. എന്താണ്? കുടുംബം രക്ഷപ്പെടുത്തണം. ഈ കോതമ്പ് കിട്ടിയിട്ട് വേണം, ഇത് മെതിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യാൻ, അവരുടെ ദാരിദ്ര്യം മാറ്റാൻ. കഷ്ടതയുടെ നൂൽപ്പാലത്തിലൂടെ നടക്കുന്ന കാലം. ആ സമയത്ത് അവൻ കിട്ടിയ കോതമ്പ് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കാൻ കാരണം, ശത്രുക്കൾ ആദ്യം വന്നാൽ ഏറ്റവും വിലയേറിയ മുന്തിരിത്തോട്ടത്തിലാണ് വരുന്നത്. മുന്തിരിങ്ങ കഴിഞ്ഞാലാണ് അവർ കോതമ്പിൻ്റെ അരികിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സൈന്യം ആദ്യം വന്ന്, മിദ്യാന്യർ വന്ന് മുന്തിരിങ്ങ തീർക്കും, പിന്നെ കോതമ്പിൻ്റെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? മിദ്യാന്യർ വന്നപ്പോൾ, മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നപ്പോൾ, ഗിദെയോൻ പാവപ്പെട്ടവൻ, അവന് മുന്തിരിങ്ങയൊന്നുമില്ല, അവന് കുറച്ച് നെല്ലേ ഉള്ളു, കുറച്ച് പറ അരിക്കുള്ള വകയുണ്ട്. അപ്പോൾ അവൻ അത് എടുത്തുകൊണ്ട് മിദ്യാന്യർ കോതമ്പ് വയലിലോട്ട് പോയപ്പോൾ ഇവനെന്ത് ചെയ്തു? നേരെ ഒളിച്ചും പാത്തും അവരുപേക്ഷിച്ചു പോയ മുന്തിരിത്തോട്ടം, കാലിയായ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി ചക്കിനരികെ വെച്ച് കോതമ്പ് മെതിക്കുന്നു. അതാണ് നമ്മളവിടെ വായിക്കുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ. അവിടെ ഒന്നുമില്ല. അപ്പോൾ അവനവിടെ ഒളിച്ചിരുന്ന് അവൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്ന കൂട്ടത്തിലാണ് ദൈവം കരിവേലകത്തിൻ്റെ കീഴെ അവിടെ ഒരു ദൂതനെ ആക്കിയത്. ദൂതൻ അവനെ വിളിക്കുന്ന വിളിയുണ്ട്, പരാക്രമശാലിയെ. അവിടെ 12-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ദൈവം നിന്റെ കൂടെയുണ്ട്. എന്നാൽ അതവന് മനസ്സിലായില്ല. കാരണം ആ കാലത്ത് ദൈവം ആരോടെയും കൂടെ ഇല്ല. എന്നാൽ ഇവൻ്റെ മേലൊരു വിളിയുണ്ട്, ഇവൻ്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഇവന് ഒരാഗ്രഹമുണ്ട്, രാജ്യം രക്ഷപ്പെടണമെന്ന്, കുടുംബങ്ങൾ രക്ഷപ്പെടണമെന്നൊരാഗ്രഹമുണ്ട്, ജീവിതം രക്ഷപ്പെടണമെന്നും മറ്റുള്ളവരും രക്ഷപ്പെടണമെന്നും ഒരു രക്ഷയുടെ ആഗ്രഹം ആർക്കുണ്ടോ ആ കുടുംബത്തെ ദൈവം കൈവിടില്ല. ഇങ്ങനെയൊക്കെ പോയാൽ മതി, അങ്ങനെയുള്ള കുടുംബത്തിൽ ഉയർച്ചകൾ കാണില്ല. എന്നാൽ രക്ഷപ്പെടണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹത്തോടെ ആ രാഹബ് എന്ന വേശ്യ രക്ഷപ്പെടണമെന്ന് അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ യെരിഹോവിൽ ഒരാളും രക്ഷപ്പെട്ടില്ല, 10,000-ങ്ങളിൽ അവളും അവളുടെ കുടുംബം രക്ഷപ്പെട്ടു. രക്ഷപ്പെടണമെന്ന് ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് കർത്താവ് കൈവിടില്ല. അത് വേശ്യയാണെങ്കിലും രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറെ നാമവുമില്ല, രക്ഷപ്പെടണം. ഗിദെയോന്റെ മനസ്സിൽ ഈ ഒരു ഹൃദയമുണ്ട്, എങ്ങനെയും രക്ഷപ്പെടണം, എങ്ങനെയും കുടുംബം ഉയരണം. ദൂതൻ ഇഷ്ടപ്പെട്ടു പരാക്രമശാലിയെ. അതായത് നിന്റെ ജീവിതത്തിൽ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എങ്ങനെയും. ഒരു വിധവ 2 വിറക് പെറുക്കി 2 അപ്പം ചുടുകയാണ്. കാരണം അവസാനത്തെ അപ്പവും ചുട്ട് തിന്നിരിക്കും. ഇത്രയല്ലേ ഉള്ളു, ഇനി എന്തിനാ തിന്നുന്നേ? ഒരിക്കൽ ഈശാന മൂലൻ കൊടുങ്കാറ്റിലകപ്പെട്ട 275 പേർ 14 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇല്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ല. ഇനി എന്തിനാ കഴിച്ചിട്ട്? എന്നാൽ വിധവയെ നോക്കിയേ, അവസാനത്തെ മാവും അവസാനത്തെ എണ്ണയും അത് അവൾ കഴിക്കാൻ തീരുമാനിച്ചു. അവസാന നിമിഷം വരെ ജീവിക്കാൻ തീരുമാനിച്ച അവളുടെ അടുക്കലാണ് ആര് വന്നത്? ദൈവം അയച്ചത്, ഏലിയാവിനെ അയച്ചത്. ജീവിക്കും, അവസാനത്തെ അപ്പവും ഞാൻ തിന്നും. അവിടെ എൻ്റെ ജീവൻ എനിക്ക് നിലനിർത്താൻ കഴിയുന്നിടത്തോളം ഞാൻ നിലനിർത്തും. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇത് തന്നെയാണ് ഗിദെയോനും. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, അയ്യോ മിദ്യാന്യർ വന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഗോതമ്പ് അവിടെ ഇട്ടേ ചോടില്ല,
ഞാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അത് എവിടെയെങ്കിലും വെച്ച് മെതിച്ച് എൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തും. ഇങ്ങനത്തെ ഒരു മനസ്സുള്ളൊരു വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് കൈവിടില്ല. അവൻ മെതിക്കുന്നിടത്ത് ആരിറങ്ങി വന്നു? ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. നീ അല്പമേ ഉള്ളെങ്കിലും നീ നിന്റെ വിശ്വാസം കാത്തു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ, അല്പമേ ഉള്ളെങ്കിലും അതുകൊണ്ട് ജീവിക്കാനും അതുകൊണ്ട് കുടുംബത്തെ പോറ്റാനും ഒരു പരിശ്രമത്തിലാണ് അവൻ. അവന് ദൈവത്തെ വിശ്വാസമുണ്ട്, എന്നാൽ നന്മകൾ അവൻ കണ്ടിട്ടില്ല. ദൈവത്തിന് മനസ്സിലായി ഇവൻ്റെ ഹൃദയം നന്മകൾക്ക് വേണ്ടി വാഞ്ചയുള്ളവനാണ്, വലിയ വലിയ സ്വപ്നങ്ങളുള്ളവനാണ്. ദൈവം അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ഗിദെയോൻ ആ ദൂതനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നതെന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് ഭവിക്കുന്നു? അത് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. കണക്ക് കൂട്ടി നോക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. അങ്ങനെ കണക്ക് കൂട്ടി ജീവിതത്തെ കറക്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. യോനായുടെ ചരിത്രത്തിൽ ആ കപ്പലിലെ ജോലിക്കാർ പോലും അവർ കണക്ക് കൂട്ടിയും ചീട്ടിട്ടും ഒക്കെ നോക്കി ആര് നിമിത്തം ഈ അനർത്ഥം വന്നു അത് നോക്കുന്നതല്ല. അപ്പോഴാണ് കടലിൻ്റെ അടിത്തട്ടിൽ, കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരുത്തൻ കിടക്കുന്നു. അവൻ കണക്ക് കൂട്ടി പറഞ്ഞു, ഞാനാണ് ഇതിൻ്റെ ആൾ, എന്നെ എടുത്ത് വെള്ളത്തിലിട്ടാൽ പ്രശ്നം മാറും. ആര് നിമിത്തം ഈ പ്രശ്നം വന്നു? എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു? കർത്താവേ എവിടെ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? അങ്ങനെ ചോദിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ വീട് ഇങ്ങനെയായിപ്പോയത്? ആ ഒരു ചിന്ത വരാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ആ കുടുംബം അന്ന് മുതൽ ഉയരാൻ പോയി. എന്തുകൊണ്ട് എൻ്റെ വീട് മാത്രം ഇങ്ങനെ കിടക്കുന്നു? ഞങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ, ഞങ്ങളുടെ വല്യപ്പൻ്റെ കാലം മുതൽ ഇങ്ങനെയുള്ളവരൊന്നും രക്ഷപ്പെടില്ല. എന്തുകൊണ്ട് എൻ്റെ വീട് ഇങ്ങനെ ഗതികെട്ട് കിടക്കുന്നു? എൻ്റെ വീട് എന്തുകൊണ്ട് ഉയരുന്നില്ല? എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഈ കടം? എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ രോഗം മാറുന്നില്ല? എന്തുകൊണ്ട്? അന്വേഷിക്കണം. എന്തുകൊണ്ടാണ്? അന്വേഷിക്കുന്നവന് റിസൾട്ട് ഉണ്ടാകും. എന്തുകൊണ്ട്? അടുത്തത്, യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? അന്നത്തെ അത്ഭുതം. ഒന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നവൻ അന്വേഷിച്ചു. രണ്ട്, അത്ഭുതങ്ങൾ എവിടെ? അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. അത്ഭുതങ്ങൾ എവിടെ? ഇതിൻ്റെ മുൻപിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അടുത്തത് 14. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്? നീ ബലത്തോടെ പോ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ബലപ്പെടുത്തും. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ ശത്രുക്കളെ തോൽപ്പിച്ചു കളയും. നീ ഒരു ജയമായി മാറും. നീ പേടിക്കേണ്ട ആവശ്യമില്ല. നീ പരാക്രമശാലിയാണ്. ഞാൻ നിന്നോട് കൂടി ഇരിക്കും. അതെ, ചോദ്യങ്ങൾ ചോദിക്കണം. കർത്താവ്, എന്തുകൊണ്ട് എൻ്റെ വീട് എങ്ങനെ കിടക്കും? എന്തുകൊണ്ട് എനിക്ക് ഉയരാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ ഫെബ്രുവരി മാസമായിട്ട് 2024 എനിക്ക് അടുത്ത നിലയിലേക്ക് ഉയരാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഞാൻ കൃപാവരങ്ങൾ പ്രാപിക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് അഭിവൃദ്ധിയില്ല? എന്തുകൊണ്ട്? ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. മാത്രമല്ല ദൈവവചനത്തോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് ദൈവമേ? അന്വേഷിക്കണം. വായനയിൽ അതിനുള്ള വ്യക്തമായ ദൈവശബ്ദം ദൈവവചനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ദൈവം ഇടപെട്ടിരിക്കും. എന്തുകൊണ്ടാണ്? അങ്ങനെ ഗിദെയോന്റെ ചരിത്രത്തിൽ ഗിദെയോനെ ദൈവം ആരാക്കി മാറ്റി? ഒരു വലിയ യുദ്ധവീരനാക്കി മാറ്റി. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ അടിയുറച്ച് നമുക്ക് ശരണം പ്രാപിക്കാം. ഈ എപ്പിസോഡ് 150ാമത്തെ എപ്പിസോഡാണ്. അതായത് നമ്മൾ ഈ ജീസസ് എവരി ഡേ എന്ന പ്രോഗ്രാം ആരംഭിച്ചിട്ട് ഇപ്പോൾ 150ാമത്തെ എപ്പിസോഡിൽ വന്നു. അതിൻ്റെ അർത്ഥം 149 പ്രസംഗങ്ങൾ, ദൂതുകൾ, അരുളപ്പാടുകൾ നമുക്കിതിന് മുമ്പുണ്ട്. ഇത് 150ാമത്തേതാണ്.
ഞാൻ വിശ്വസിക്കുന്നു. ഒരു പരാക്രമശാലിയായി, ഒരു അത്ഭുതോപകരണമായി നിങ്ങൾ ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിപ്പിടിപ്പിക്കാൻ പോവുകയാണ്. എവിടെ അത്ഭുതങ്ങൾ? എവിടെ അന്വേഷിക്കണം? അത്ഭുതങ്ങൾ എവിടെ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്ഭുതം എവിടെ എന്ന് ചോദിച്ചാൽ അത് ചെയ്യുന്നവൻ തന്നെ അത് കണ്ടെത്തും. ഒരിക്കൽ എലീശ ഏലിയാവിൽ നിന്ന് വീഴുന്ന പുതപ്പെടുത്ത് ഒറ്റയടി യോർദാനെ, ഏലിയാവിൻ്റെ ദൈവം എവിടെ? ഉടനെ യോർദാൻ രണ്ടായി പിരിഞ്ഞു. എവിടെ? അന്വേഷിക്കണം. അന്വേഷിക്കുന്നവൻ അത് കാണും. ഏലിയാവിൻ്റെ ദൈവം എവിടെ? പഴയ അത്ഭുതങ്ങൾ എവിടെ? ഞങ്ങൾ ബൈബിളിൽ വായിച്ച ഈ അത്ഭുതങ്ങളൊക്കെ എവിടെ? പ്രാർത്ഥിക്കണം. ഈ അത്ഭുതങ്ങളുടെ സമയമായി. നമ്മുടെ വീട്ടിൽ ഈ അത്ഭുതം കാണാൻ സമയമായി. നമ്മുടെ വീട്ടിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമായി. അതിൻ്റെ തെളിവ് നമ്മളിത് അന്വേഷിക്കാൻ തുടങ്ങുന്ന, മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് വരുന്നു, ദൈവസന്നിധിയിലിരിക്കുന്നു, ദൈവമുഖം അന്വേഷിക്കുന്നു. അതിൻ്റെ അർത്ഥം അത്ഭുതത്തിൻ്റെ സമയമായി എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളും നിങ്ങളുടെ ഈ ഉത്സാഹവും ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ പിറക്കാൻ സമയമായി. വർഷങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണാൻ സമയമായതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ ദൈവത്തെ വളരെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നത്. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ 150ാമത്തെ എപ്പിസോഡിൽ എത്തിച്ചേരാൻ കൃപ തന്നതിന് നന്ദി. ഇത് കാണുന്നവർക്ക് ഒരു വിടുതലാകട്ടെ. മറുപടിയില്ലാത്ത ഗിദെയോൻ അത്ഭുതങ്ങളെയും വിടുതലുകളെയും അന്വേഷിച്ച് കണ്ടെത്തി ഒരു രാജ്യത്തിന് വിടുതൽ നേടിക്കൊടുത്ത ചരിത്രം പോലെ ഞങ്ങൾ മുഖാന്തരം ഞങ്ങളുടെ വീടുകൾക്ക് മാത്രമല്ല നാടിനും രാജ്യത്തിനും ഒരു അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുവാനുള്ള അന്വേഷണാത്മകമായ ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇത് കേട്ടവരുടെ മേൽ കൃപയൊഴുകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. അഭിഷേകത്താൽ നിറയട്ടെ, പുതിയ തലങ്ങൾ തുറന്നു വരട്ടെ, ഭീരുത്വം മാറട്ടെ, ധൈര്യമുണ്ടാകട്ടെ, ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൈകളിൽ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചേൽപ്പിക്കും. സൗഖ്യമാകട്ടെ, സാമ്പത്തികമായ ഉറവകൾ തുറന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ബലത്തോടെ പോവുക. ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഈ ബലത്തോടെ. ഏതാണ്? അരുളപ്പാടിൻ്റെ ബലം. നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിലൂടെ ഓരോ വചനം കിട്ടുന്നുണ്ട്. ആ ബലത്തോടെ പോകും. നീ പോകുന്നിടത്തെല്ലാം നിനക്ക് ജയമാണ്. പരീക്ഷയ്ക്ക് പോയാലും ജയം, ഓഫീസിൽ പോയാൽ ജയം, ബിസിനസ്സിന് പോയാൽ ജയം, എല്ലായിടത്തും ജയോത്സവമായി കർത്താവ് നടത്തും. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗമുണ്ട് രാവിലെ 7 മണിക്ക്. നിങ്ങളെല്ലാവരെയും പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് ക്ഷണിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ നിങ്ങളെയും ദൈവം കണ്ടതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കൈത്താങ്ങൽ തരുവാൻ ദൈവം നിങ്ങൾക്കൊരു ചാൻസ് വെച്ചിട്ടുണ്ട്. ആ സമയം തക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വരിക, നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലെസ് യു.